ഹായ് ഓൾ, KS ഓണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ആവറേജ് എന്നുള്ള മാത്സിലെ ഒരു ടോപ്പിക്കുമായിട്ടാണ്. അതിലെ കുറച്ച് കൺസെപ്റ്റുകൾ നമുക്ക് നോക്കാം. ആവറേജ് എല്ലാവർക്കും അറിയാമല്ലോ. എന്താ ആവറേജ്? ആവറേജ് കാണുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ കുറേ നമ്പേഴ്സ് തന്നേക്കുവാണ്. ഇപ്പോൾ 2, 4, 6, 8, 10 ഇങ്ങനെ കുറേ നമ്പേഴ്സ് എന്നാൽ അതിൻ്റെ ആവറേജ് കാണുകയെന്ന് പറഞ്ഞാൽ എന്താ? ആ നമ്പേഴ്സിൻ്റെ സം എടുക്കുക, അല്ലേ? ഈ നമ്പേഴ്സിൻ്റെ എല്ലാം കൂടെ സം എടുക്കുക, അതിനെ എണ്ണം കൊണ്ട് എത്ര നമ്പേഴ്സ് ഉണ്ടോ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ആവറേജ്. അതെല്ലാവർക്കും അറിയാമല്ലോ. ആവറേജ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പോൾ ഇനി ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് നോക്കി, ഈ ഒരു നമ്പേഴ്സ് നോക്കിയേ, 2, 4, 6, 8, 10 അല്ലേ? അതേപോലെ 3, 5, 7, 9, 11 ഇതൊക്കെ എന്താ? ഈ ഒരു നമ്പേഴ്സ് ആദ്യം എഴുതിക്കുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് അല്ലേ? അടുത്ത താഴെ എഴുതിക്കുന്നത് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. ഇനി 1, 2, 3, 4, 5 ഇവരെന്താ? കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? ഈ ഒരു നമ്പേഴ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്നാൽ ഇത് നമുക്ക് വേറെ രീതിയും കൂടെ പറയാം. ഇവര് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് അല്ലേ? ഈ ഒരു സീരീസ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് സെയിം ആയിട്ട് വരുന്ന സീരീസിനാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഇവരൊക്കെ അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് വരുന്നവരാണ് അല്ലേ? അതേപോലെ മൾട്ടിപ്പിൾസ്, ഓരോ നമ്പറിന്റെ മൾട്ടിപ്പിൾസ്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് എഴുതിയാൽ 3, 6, 9, 12, 15 ഇതും എന്താ? ഇത് മൾട്ടിപ്പിൾസ് ഓഫ് അടുത്തടുത്ത അല്ലേ? 3യുടെ കോൺസിക്യൂട്ടീവ് ഉള്ള മൾട്ടിപ്പിൾസ് ആണ് ഇവര് അല്ലെ? അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയാം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അതായത് അടുത്തടുത്തുള്ള ടേംസിന്റെ ഡിഫറൻസ് സെയിം ആണെങ്കിൽ അല്ലെ? അതായത് കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് സെയിം ആയിട്ട് വരുന്നതിനെല്ലാം നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും. ഇങ്ങനെ ഉള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആവറേജ് എന്ന് പറയുന്നത് അതിന്റെ മിഡിൽ ടേം ആയിരിക്കും. മറന്നു പോകരുത്, ഓർത്ത് വെച്ചേക്കണം. ആവറേജ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആവറേജ് ഓഫ് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്, അല്ലെങ്കിൽ ആവറേജ് ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്, അല്ലെങ്കിൽ ആവറേജ് ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മിഡിൽ ടേം ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ 2, 4, 6, 8, 9 ഇത് അടുത്തടുത്തുള്ള ഈവൻ നമ്പേഴ്സ് അല്ലെ? ഇതിന്റെ ആവറേജ് 6 ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി ഇത് നോക്കിയേ, 3, 5, 7, 9, 11 ഇതിന്റെ ആവറേജ് എന്താ? 7 ആയിരിക്കും. അതേപോലെ 1, 2, 3, 4, 5 ഇത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇതിന്റെ ആവറേജ് 3 ആയിരിക്കും. അതേപോലെ നോക്കിയേ, ഇതിന്റെ ആവറേജ് എന്താ? 9. അതിന്റെ മിഡിൽ ടേം ആയ 9 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ട്? ഇത് 5 ടേംസ് ആണ് അല്ലെ? ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് ഇതിനകത്തുള്ളത്. ഓഡ് നമ്പർ ഓഫ് ടേംസ് ആവുമ്പോൾ നമുക്ക് എക്സാക്ട് മിഡിൽ ആണെന്ന് പറയാം. ഇനി ഇതൊന്ന് നോക്കി, 2, 4, 6, 8 ഇതിന്റെ ആവറേജ് എന്താ? ഇതിന്റെ അതായത് ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണുള്ളതെങ്കിൽ, ഇവിടെ 4 ടേംസ് അല്ല ഉള്ളത്, ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണുള്ളതെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് മിഡിൽ ടേംസ് ആയിരിക്കും. മിഡിൽ ടേംസിന്റെ ആവറേജ്, അതായത് 4 + 6/2 10/2 5. ഈ ഈവൻ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലെ? ഈ 4നും 6നും ഇടയിലുള്ളതാണ് 5 അങ്ങനെ പറയാം. അപ്പൊ 3, 5, 7, 9 എന്താ ഇതിന്റെ ആവറേജ്? 5നും 7നും ഇടയിൽ 6. ഈ നമ്പേഴ്സിന്റെ, ഈ 4 നമ്പേഴ്സിന്റെ ആവറേജ് നിങ്ങൾ 6 ആയിരിക്കും. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഇനി 1, 2, 3, 4 ഇത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ഇതിന്റെ ആവറേജ് എന്താ? 2നും 3നും ഇടയിൽ അല്ലെ? ദാറ്റ് ഈസ് 2.5. അപ്പൊ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആവറേജ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്, അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്, അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഇവരുടെയൊക്കെ ആവറേജ് എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ആണ്. ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ എന്തായിരിക്കും? ആവറേജ് ഓഫ് മിഡിൽ ടേംസ് ആയിരിക്കും അല്ലെ? മിഡിലുള്ള 2 ടേംസിന്റെ ഇടയിൽ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം മിഡിൽ ടേംസിന്റെ ആവറേജ്. മനസ്സിലായോ? ഇപ്പൊ 2, 4 ഞാൻ വേറെ പറയാം. വേറൊരു എക്സാമ്പിൾ എടുത്താൽ 14, 16, 18, 20 ഇതിന്റെ ആവറേജ് എന്താ? കണ്ട ഈ 14, 16, 18, 20 ഈ നമ്പേഴ്സിന്റെ അത്രയും ഇതെന്ന് പറഞ്ഞാൽ എന്താ? കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സ് ആണ് അല്ലെ? ഇതിന്റെ ആവറേജ് എന്താ? 16നും 18നും ഇടയിലായ 17 ആയിരിക്കും ആവറേജ്.
ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഈ ഒരു പോയിന്റ് അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആവറേജ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് അതിന്റെ മിഡിൽ ടേം ആണ്. അല്ലെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ടേംസേ ഉള്ളെങ്കിൽ നമുക്ക് എന്ത് പറയാം? മിഡിൽ ടേംസിന്റെ ആവറേജ് ആണെന്ന് പറയാം. ക്ലിയർ ആണോ പറഞ്ഞത്? അതേപോലെ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആവറേജിന് മറ്റൊരു ഇക്വേഷനും കൂടെ ഞാൻ പറയാൻ പോവാണ്, ശ്രദ്ധിക്കുക. ആവറേജ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് average of an AP equal to first term plus last term by 2. ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. എന്താണ്? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2. നേരത്തെ നമ്മൾ എഴുതിയൊരു എക്സാമ്പിൾ എടുക്കുക. 2, 4, 6, 8, 10. ഇതിന്റെ ആവറേജ് എന്താണ് നമ്മൾ പറഞ്ഞത്? 6 അല്ലെ, മിഡിൽ ടേം. അപ്പൊ ഇതേപോലെ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2, അതായത് 2 plus 10 by 2, that is 12 by 2, that is 6 അല്ലെ. 6 തന്നെയല്ലേ നമുക്ക് വന്നത്. ക്ലിയർ ആണ്? അപ്പൊ ഇതും കൂടെ പഠിച്ചേക്കാം. അതായത് ഇപ്പൊ നമ്പേഴ്സ്, എല്ലാ നമ്പേഴ്സും കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും മാത്രമുള്ള കേസിൽ നമുക്ക് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഇക്വേഷൻ. ഓർത്ത് വെച്ചേക്കുക. ആവറേജ് ഓഫ് ആൻ AP ഈസ് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2. ക്ലിയർ ആണോ? ഈ കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ഇത് വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. First question. Average of 7 consecutive numbers is 33. Find the largest of these numbers. ഈ നമ്പേഴ്സിലെ ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാം. അപ്പോൾ 7 നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. 1, 2, 3, 4, 5, 6, 7. ഈ 7 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 33 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഈ 7 നമ്പേഴ്സിന്റെ മിഡിൽ ഫോർത്ത് നമ്പർ, ആ ഫോർത്ത് നമ്പർ ആയിരിക്കും എന്ത്? 33. ഇനി വളരെ എളുപ്പമല്ലേ. ഇനി നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏത് നമ്പർ വേണമല്ലോ എഴുതിക്കൂടെ, അടുത്തടുത്ത നമ്പർ അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത 34, 35, 36. ക്ലിയർ ആണോ പറഞ്ഞത്? അടുത്തടുത്തുള്ള 7 നമ്പേഴ്സിന്റെ ആവറേജ് ആണ് 33 എന്ന് പറഞ്ഞത്. സോ നമുക്കറിയാം മിഡിൽ ടേം ആയിരിക്കും 33. ഇങ്ങോട്ട് എഴുതാനും നമുക്കറിയാമല്ലോ. നമുക്ക് വേണ്ടത് ലാർജസ്റ്റ് നമ്പർ ആണ്. സോ ആൻസർ വന്നിട്ട് 36. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ സാധാരണ എക്സ് വെച്ച് ചെയ്യും അല്ലെ. എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 3 അങ്ങനെ എഴുതി എല്ലാത്തിന്റെയും കൂടെ സമ്മ് എടുക്കുക. 33 into 7 എന്നുള്ള രീതിയിൽ എടുക്കും അല്ലെ. അത് സോൾവ് ചെയ്യുന്നതിൽ നമുക്ക് എളുപ്പം ചെയ്തുകൂടായോ ഇത്? ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A, B, C and D. ഓക്കെ, 4 നമ്പേഴ്സ് ഉണ്ട്. A, B, C, D. ഈ 4 നമ്പേഴ്സിന്റെ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആണ് ഇവർ. ഓക്കെ, കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആണ്. And their average is 65. What is the sum of largest and smallest number? അപ്പോൾ A, B, C, D എന്നുള്ള കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് 65 വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് എത്രയേ ഉള്ളൂ? ഈവൻ നമ്പർ ഓഫ് ടേംസേ ഉള്ളൂ. സോ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിരിക്കും വരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് 65. നമുക്കറിയാം 65 ഒരു ഈവൻ നമ്പർ അല്ലല്ലോ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് 65 വരുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് എഴുതിയാൽ പോരായോ? അപ്പൊ 65 കഴിഞ്ഞ് വരുന്ന ഈവൻ നമ്പർ ഏതായിരിക്കും? 66. ഇവിടെ 68, ഇവിടെ വന്നിട്ട് 64, ഇവിടെ വന്നിട്ട് 62. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ആവറേജ്. ദെൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എഴുതിയാൽ മതി. അപ്പൊ എന്താ ചോദിക്കുന്നത്? സം ഓഫ് ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പർ. സോ 62 plus 68. ക്ലിയർ അല്ലേ? 130 is the answer. ഓപ്ഷൻ ബി. വളരെ എളുപ്പം നമുക്ക് ചെയ്തുകൂടെ ഇത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A, B, C and D are 4 consecutive odd numbers and their average is 42. A, B, C, D അല്ലെ, ഓഡ് നമ്പേഴ്സ് ആണ്. കോൺസിക്യൂട്ടീവ് അടുത്തടുത്തുള്ള ഓഡ് നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ അവരുടെ ആവറേജ് എന്ന് പറയുന്നത് 42. അപ്പൊ എവിടെ ആയിരിക്കും? ഈ ബിയുടെയും സിയുടെയും ഇടയ്ക്ക് മിഡിലായിരിക്കും 42 വരുന്നത്. സോ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്തെഴുതാം? ഓഡ് നമ്പേഴ്സ്. നമുക്ക് സ്മോളസ്റ്റ് നമ്പർ വരുന്നത്. സോ നമുക്ക് ബാക്കിലോട്ട് മാത്രം എഴുതിയാൽ മതി. ഇത് 41, ഇത് വന്നിട്ട് എന്താ? 39 അല്ലെ. സോ സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 39 ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ഓഫ് 3 consecutive multiples of 13 is 312. 13ന്റെ 3 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസിന്റെ സം എന്ന് പറയുന്നത് 312 ആണെന്ന് അല്ലെ. സം ആണ് 312 എന്ന് തന്നേക്കുന്നത്. സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് കണ്ടുപിടിക്കണം അല്ലെ. ആവറേജ് ഈക്വൽ ടു എന്താ? നമുക്കറിയാം ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ ആണ്
ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ 3 1 2 ബൈ എത്ര നമ്പേഴ്സിന്റെ? 3 നമ്പേഴ്സിന്റെ. സോ 3 1 2 ബൈ 3 ആണ് ആവറേജ് എന്ന് പറയുന്നത്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 104 എന്ന് കിട്ടും അല്ലെ? അപ്പൊ 104 ആണ് ഈ 3 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 30ന്റെ ആവറേജ് അല്ലെ? സമ്മ തന്നേക്കുന്നത്, നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചു 104. അപ്പൊ ഇതാണ് 104. ക്ലിയർ ആണോ? ഇനി അടുത്ത എങ്ങനെ എഴുതുന്നത്? ഇത് 13ന്റെ മൾട്ടിപ്പിൾ, അതായത് 13 ഗ്യാപ്പ് വരുന്ന നമ്പേഴ്സ് ആയിരിക്കും വരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് വേണ്ടത് സ്മോളസ്റ്റ് നമ്പർ. സോ 104 മൈനസ് 13 ചെയ്താൽ മതി. ക്ലിയർ ആണോ? 10 91. അപ്പൊ 91 ആണ് സ്മോളസ്റ്റ് നമ്പർ. ഇങ്ങോട്ടാണെങ്കിൽ 104 പ്ലസ് 13 ചെയ്തേനെ. ക്ലിയർ ആണോ പറഞ്ഞത്? ഒന്നുകൂടെ പറയാം. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 13 അല്ലെ? ഇത് മൾട്ടിപ്പിൾസ് ഓഫ് 13 ആണ്. 13ന്റെ അടുത്തടുത്തുള്ള 3 മൾട്ടിപ്പിളിന്റെ സമ്മ് വന്നിട്ട് 312 എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചു. ആവറേജ് ഈക്വൽ ടു എന്താണ്? സം ബൈ നമ്പർ ആണ് നമുക്കറിയാം. സോ 312 ബൈ 3. സോ 104 എന്ന് കിട്ടി അല്ലെ? അപ്പൊ ആ മിഡിൽ ടേം ആണ് നമ്മൾ 104 എന്ന് എഴുതുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്നത് സ്മോളസ്റ്റ്. അപ്പൊ തൊട്ട് പുറകിലുള്ള ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 13 മൈനസ് ചെയ്യുക. മൾട്ടിപ്പിൾസ് ഓഫ് 13 ആയതുകൊണ്ട് 13 ഗ്യാപ്പിലാണ് വരുന്നത് അല്ലെ? സോ 104 മൈനസ് 13 ചെയ്യുക, 91 എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ ബി. ലാർജസ്റ്റ് ആയിരുന്നു ചോദിച്ചെങ്കിൽ 104 പ്ലസ് 13. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ചെയ്ത അതേ മോഡലാണ്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്തിട്ട് ആൻസർ പറയുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the average of all the numbers between 6 and 34 which are divisible by 5. എന്താണ്? എല്ലാ, അതായത് 6നും ബിറ്റ്വീൻ ആണ്, ബിറ്റ്വീൻ 6 and 34ന് ഇടയിലുള്ള 5 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിന്റെ ആവറേജ് കാണാൻ. അപ്പൊ നമുക്ക് എഴുതാം. 6 കഴിഞ്ഞിട്ട് വരുന്ന 5 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പർ ഏതാണ്? 10 അല്ലെ? ദെൻ 15, 20, 25, പിന്നെ ഏതാ? 30 അല്ലെ? ഇതല്ലേ 6നും 34നും ഇടയിൽ വരുന്ന 5 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സ്. അപ്പൊ ഇതിന്റെ ആവറേജ് എന്താണ്? മിഡിൽ ടേം ആയ 20. അതായത് 5 കൊണ്ടുള്ള ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലേ നമ്മൾ എഴുതിയേക്കുന്നത്. അതായത് 5ന്റെ മൾട്ടിപ്പിൾസ്, കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണ് എഴുതിയേക്കുന്നത്. സോ മിഡിൽ ടേം 20. അപ്പൊ ഇതിവിടെ 6ഉം 34ഉം ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും പറ്റില്ല, കുറച്ച് നമ്പരേ ഉള്ളൂ അല്ലെ? അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടി. ഇനി ഇത് ഒത്തിരി നല്ല ഗ്യാപ്പിലുള്ളതാണെങ്കിൽ ഇതെല്ലാം കൂടെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് നോക്കി. 6നും 34ഉം കഴിഞ്ഞ ആദ്യത്തെ നമ്പർ 10 ആണെന്നും ലാസ്റ്റ് നമ്പർ 34ന് തൊട്ട് പുറകിലുള്ള 5 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ 30 ആണെന്നും അറിയാം അല്ലെ? ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും എഴുതിയാൽ മതി, ആവറേജ് കിട്ടും അല്ലെ? ഇതൊരു AP ആണെന്ന് അറിയാം അല്ലെ? കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് ഒരു നമ്പർ എന്ന് പറയുന്നത് ഒരു AP അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. സോ ആവറേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2, 30 പ്ലസ് 10 by 2, that is 40 by 2, 20. ക്ലിയർ അല്ലേ? രണ്ട് രീതി ചെയ്താൽ ഒരേ ആൻസർ തന്നെ നമുക്ക് വരും. ഇപ്പൊ ഇവിടെ കുറച്ച് നമ്പേഴ്സേ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതേപോലെ എഴുതി ചെയ്തത് വലിയ പാട് വന്നില്ല അല്ലെ? കുറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടെ എഴുതിയിട്ട് മിഡിൽ ടേം കണ്ടുപിടിക്കുന്നതിലും നമുക്ക് എളുപ്പം ഏതാണ്? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും പെട്ടെന്ന് കിട്ടുമെങ്കിൽ ആവറേജ് ഓഫ് an AP എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2. ഓക്കെ, 30 പ്ലസ് 10 ബൈ 2, 40 ബൈ 2, 20 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? Next question. Find the average of all the numbers between 11 and 80 which are divisible by 6. എന്താണ്? 11നും 80ക്കും ഇടയിലുള്ള 6 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സിന്റെ ആവറേജ് കാണാൻ. 11 കഴിഞ്ഞിട്ട് നമുക്കറിയാം ഏതാ? ഫസ്റ്റ് ടേം ഏത് വരും? 12 വരും അല്ലെ? 11 കഴിഞ്ഞിട്ട് 6 കൊണ്ട് ഡിവിസിബിൾ ആയത് 12 ആണ്. ഇനി 80ക്ക് മുന്നിലുള്ള, 80ക്ക് പുറകിൽ 6 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പർ ഏതാ? ഒന്ന് നമ്മൾ നോക്കാം. 80 ആണോ? 80 വേണ്ട. ബിറ്റ്വീൻ വരുമ്പോൾ നമുക്ക് 11ഉം 80 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതായത് 80 6 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിലും, മീൻസ് ആണെന്നല്ല, ആണെങ്കിൽ പോലും, ഇപ്പൊ ഇൻ കേസ് ആണെങ്കിലും നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. കാരണം ബിറ്റ്വീൻ A and B എന്ന് പറഞ്ഞാൽ Aയും B ഉൾപ്പെടത്തില്ല, അതിനിടയിൽ വരുന്നതായിരിക്കും. ഫ്രം A to B എന്നായിരുന്നെങ്കിൽ Aയും B വന്നെങ്കിൽ വരുന്നേനെ. മനസ്സിലായോ പറഞ്ഞത്? ഫ്രം A to B എന്ന് പറഞ്ഞാൽ A തൊട്ട് B വരെ എന്നാണ്.
ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എയും ബി ഉൾപ്പെടത്തില്ല, അതിനിടയ്ക്കുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പൊ 80 6 കൊണ്ട് ഡിവിസിബിൾ അല്ല, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. പക്ഷേ ഈ പറയുന്നിടത്ത് ബിറ്റ്വീൻ 11 ആൻഡ് 80 എന്ന് പറയുന്നിടത്ത് ഇൻ കേസ് ഇപ്പൊ നമ്മൾ പറയാം ബിറ്റ്വീൻ 11 ആൻഡ് 80 10 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 80 പറ്റത്തില്ലേ? അപ്പൊ ആ ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 എടുക്കരുത്. ഓക്കെ, അപ്പൊ ഇനി 80ക്ക് പുറകിലുള്ള 6 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പർ കണ്ടുപിടിക്കാൻ എന്താ, ഒന്നേ നമ്മൾ ചെയ്ത് നോക്കുക. ഇതൊക്കെ ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് 79 ആണോ നോക്കുക, 78 ആണോ നോക്കുക, അങ്ങനെ വേണമെങ്കിൽ നോക്കാം. അല്ല, ഇത് കണ്ടുപിടിക്കാനുള്ള വഴി ഇതാണ്. 80യെ ആ നമ്പർ കൊണ്ട്, അതായത് ഏത് നമ്പറാണോ അറിയേണ്ടത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കാം. ഡിവൈഡ് ചെയ്യുക 23 18 2 അല്ലെ. ദെൻ ഈ 80 മൈനസ് ആ റിമൈൻഡർ ചെയ്താൽ എന്ത് കിട്ടും? 80ക്ക് പുറകിലുള്ള ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ 78 ആണ് ലാസ്റ്റ് നമ്പർ. മനസ്സിലായോ ഈ പറഞ്ഞത്? 80യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിച്ചു. സോ 80 മൈനസ് 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 80ക്ക് പുറകിലുള്ള അല്ലെങ്കിൽ 80ക്ക് മുന്നേ 6 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പർ നമുക്ക് കിട്ടും. ആ റിമൈൻഡർ മൈനസ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഇപ്പൊ 6ന്റെ സ്ഥാനത്ത് 7 ആണെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഏതാണെങ്കിലും ഈ കുറച്ചും കൂടെ വലിയ നമ്പർ, ഇപ്പൊ 1000 എന്നൊക്കെ പറയാം, 1000 വരെ 6 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 1000നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതേപോലെ റിമൈൻഡർ മൈനസ് ചെയ്യുക. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ സോ ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം നമുക്ക് 12 എന്നും കിട്ടി, ലാസ്റ്റ് ടേം നമുക്ക് 78 എന്നും കിട്ടി അല്ലെ. സോ ആവറേജ് ഓഫ് ദീസ് നമ്പേഴ്സ് ആണ് എന്ത് ചെയ്യണം? 12 plus 78 by 2. Clear ആണോ? 90 വരും. 90 by 2 45 will be the answer. എളുപ്പം നമുക്ക് ചെയ്തുകൂടായോ ഇത്? സോ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആവറേജ് ഓഫ് 41 consecutive odd numbers is 49. What is the largest number? 41 അടുത്തടുത്തുള്ള 41 consecutive odd numbersന്റെ ആവറേജ് 49 ആണ് എങ്കിൽ ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ. 41 നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ മിഡിൽ ടേം ആയിരിക്കും 49 അല്ലെ. അപ്പൊ 41 ടേംസിന്റെ മിഡിൽ ടേം എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ നമ്മൾ ചെറിയ നമ്പർ, നമുക്ക് അറിയാവുന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് നമ്പേഴ്സ് എടുത്ത് നോക്കി നമുക്ക് ആ ഒരു പാറ്റേണിൽ കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ചെറിയൊരു നമ്പർ എടുക്കാം. 7 നമ്പേഴ്സ് എടുക്കുന്നു. 1 2 3 4 5 6 7. ഈ 7 നമ്പേഴ്സിന്റെ മിഡിൽ, ഇവിടെ ഒരു ഓഡ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഓഡ് ഒരു എക്സാമ്പിൾ എടുത്തത്. 7 നമ്പേഴ്സിന്റെ മിഡിൽ ടേം ഏതാ? 4 വരും അല്ലെ. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? തൊട്ട് പുറകിലുള്ള ഇതിനെ by 2 ചെയ്യുക. 6 by 2 എന്ത് ചെയ്യണം? +1 ചെയ്താൽ മതി അല്ലെ. അതായത് 6 by 2 3 ആണ് അല്ലെ. 3 + 1 4 അല്ലെ. ഇങ്ങോട്ട് ബാക്കി ഇനി 3 ടേംസ് ഉണ്ട്, ഇങ്ങോട്ട് ബാക്കി ഇനി 3 ടേംസ് ഉണ്ട്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ എന്താ ചെയ്യുന്നത്? ഒരു ചെറിയ എക്സാമ്പിൾ എടുത്ത് നമ്മൾ ചെയ്ത് നോക്കിയാൽ വലിയ നമ്പേഴ്സിന്റെ കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ അടുത്തത് 1 2 3. ഇൻ കേസ് ഇത് ഇപ്പൊ നിങ്ങൾക്ക് ആ 21st ടേം ആണ് മിഡിൽ ടേം എന്ന് അറിയാവുന്നവർ പെട്ടെന്ന് അത് ചെയ്തോണം കേട്ടോ. അത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. 1 2 3 4 5 6 7 8 9 ടേംസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ മിഡിൽ ഏതാ? 8 by 2 4 അല്ലെ, +1. 5th ടേം ആണ് മിഡിൽ ടേം ആയിട്ട് വരുന്നത്. ഇവിടെ 4 ടേം ബാക്കിയുണ്ട്, ഇവിടെ ഒരു 4 ടേം അല്ലെ. ഇനി ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ് വരുന്നതെങ്കിൽ 1 2 3 4 അല്ലെ. ഇതിന്റെ മിഡിൽ ടേം 4 by 2 2നും 3നും ഇടയിലായിരിക്കും വരുന്നത് അല്ലെ. 2 എണ്ണം ഇങ്ങോട്ട് 2 എണ്ണം ഇങ്ങോട്ട്. ഈവൻ നമ്പേഴ്സ് എന്നാൽ മിഡിൽ എക്സാക്ട് മിഡിലല്ലല്ലോ വരുന്നത്. 2നും 2നും 3നും ഇടയിലായിട്ടെന്നുള്ളത് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ 41 ടേംസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ 40 by 2 20 അല്ലെ. ദെൻ +1 ചെയ്യുക. 21st ടേം ആണ് മിഡിൽ ടേം വരുന്നത്. ബാക്കി ഇവിടെ 20 ടേംസും കൂടെ ഉണ്ട്, ഇവിടെയും 20 ടേംസ് ഉണ്ട്. ക്ലിയർ ആണോ? മിഡിൽ ടേം 21 കിട്ടും. അപ്പൊ അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ ആവറേജ് വന്നിട്ടുള്ള 49. നമുക്ക് വേണ്ടത് ലാർജസ്റ്റ് നമ്പർ. ക്ലിയർ ആണോ? ആവറേജ് ഓഫ് 41 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് 49 ആണ് തന്നിട്ടുണ്ട്. സോ 41 നമ്പേഴ്സിന്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ 21st ടേം ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. 21st ടേം ആണ് 49. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്ര ടേംസ് ഉണ്ട്? 20 ടേംസ് കൂടെ ഉണ്ട്, ഇവിടെയും 20 ടേംസ് ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ 20 ലാസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അതായത് 20th ടേം, ഈ 49 കഴിഞ്ഞുള്ള 20th ടേമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്.
കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ 2 കൂട്ടി പോവുക അല്ലെ, +2 കൂട്ടി പോവുകയാണ്. അപ്പൊ 49 കഴിഞ്ഞുള്ള 20th ടേം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, 49 + 20 × 2, 20 പ്രാവശ്യം 2 കൂട്ടി പോണം. ക്ലിയർ ആണോ? സോ 49 + 40 ആൻസർ എന്ത് വരും, 89. ക്ലിയർ ആണോ? ഇനി സ്മോളസ്റ്റ് നമ്പർ ആയിരുന്നെങ്കിലോ 49 - 22, 20 ടേം ബാക്കിലോട്ട് എടുക്കുക. ക്ലിയർ ആണോ? അപ്പം 41 ടേംസിന്റെ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് 49 എന്ന് തന്നു. സോ നമ്മൾ പറഞ്ഞു 41 ടേംസിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് 21st ടേം ആണ്. സോ 21st ടേം ആണ് 49 അല്ലെ. അത് കഴിഞ്ഞ് ഇനി ഫ്രണ്ടിലോട്ട് ഒരു 20 ടേംസ് കൂടെ കിടപ്പുണ്ട്. അപ്പൊ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കുക. അതായത് 49 കഴിഞ്ഞുള്ള 20th ടേം എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണ്, 2 കൂട്ടി പോകും അല്ലെ. ഈവൻ നമ്പർ ആണെങ്കിൽ രണ്ട് കൂട്ടി പോകുന്നു അല്ലെ. സോ 49 + 20 × 2 ചെയ്യുക. 49 + 40 89 ആൻസർ കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞത്? ഈ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് വെച്ച് ചെയ്യാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായോ? ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.